ചികിത്സ നടത്തിയിരുന്നു. അതിനൊന്നും ശരിയാവില്ലാന്ന് ഡോക്ടർ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ നിർത്തിയത്, ചികിത്സ ഒക്കെ നിർത്തിയത്. ചികിത്സ ഒക്കെ നിർത്തി 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ന്യൂട്രീഷൻ എടുത്തത്. ന്യൂട്രീഷൻ എടുക്കുന്ന സമയത്ത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടാണ് ഇങ്ങനെ വിളിച്ചത്. അപ്പൊ വീട്ടിലിങ്ങനെ ഇരിക്കല്ലേ, അത് റിസൾട്ട് കിട്ടുന്ന ഒരു ഫുഡ് ഉണ്ടാക്കുന്ന, അപ്പൊ വെയിറ്റ് കുറക്കണം എന്നൊന്നല്ലായിരുന്നു. വീട്ടിലിങ്ങനെ അടച്ചിരിക്കുക, ആ ഒരു ഇതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ന്യൂട്രീഷൻ സംഗതിക്ക് പോയത്. അപ്പൊ അങ്ങനെ ന്യൂട്രീഷൻ എടുത്ത് 3 മാസം കൊണ്ട് ന്യൂട്രീഷൻ എടുത്ത് 14 കിലോ വെയിറ്റ് കുറച്ച്. എന്റെ ഭർത്താവ് ന്യൂട്രീഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ഇഷ്യൂസുകൾ ഭർത്താവിനുണ്ടായിരുന്നു. എന്നിട്ട് ഭർത്താവ് എനിക്ക് വേണമെങ്കിൽ യുദ്ധം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ എന്റെ 14 കിലോ വെയിറ്റ് കുറച്ച് അണ്ടർ വെയിറ്റ് ആവാന്, ഐഡിയൽ വെയിറ്റ് ആവാന് 2 കിലോ കൂടി ഉള്ള ടൈം, 1 കിലോ കൂടി ഉള്ള ടൈമിലാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. അപ്പോ 10 വർഷം കഴിഞ്ഞ് 16ാമത്തെ വർഷത്തിലാണ് പ്രഗ്നന്റ് ആയി നടന്നത്. ഇപ്പൊ നല്ലൊരു റിസൾട്ട് സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു ഫൈറൂസ? അത് അറിഞ്ഞ സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരുന്നു? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത് റിസൾട്ട് കിട്ടുന്ന. ഒരു നോമ്പിനായിരുന്നു, നോമ്പ് 16ന്റെ അന്നാണ് എനിക്ക് പ്രഗ്നന്റ് ആണെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോ ഞാൻ ഇതുപോലെ പറയും, ഇവരോടൊക്കെ പറയും, ക്ലബിൽ നിന്ന് കോച്ചിനോടൊക്കെ പറയും, എനിക്ക് നോമ്പ് ഫസ്റ്റ് നോമ്പൊക്കെ പോണത് പ്രാവശ്യം നോമ്പ് മുഴുവൻ കിട്ടും. അതിന്റെ എത്ര ഉറപ്പ് പറയുമ്പോൾ പറയും, ഞാൻ പീരിയഡ്സിന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് പ്രാവശ്യം നോമ്പ് ഫുള്ളും കിട്ടും. നോമ്പ് ആകുമ്പോൾ ഞാൻ ഐഡിയൽ വെയിറ്റ് ആവും ഉറപ്പ്, ഈ ക്ലബിൽ ആദ്യത്തെ ഐഡിയൽ വെയിറ്റ് ഞാനാകുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കും ഞങ്ങള്. പക്ഷെ ഇങ്ങനത്തെ റിസൾട്ട് ആണ്. രാവിലെ എല്ലാവരും പറഞ്ഞു ടെസ്റ്റ് ചെയ്ത് നോക്കുകയായിരുന്നു. പക്ഷെ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ താല്പര്യം ചെയ്തില്ല. പക്ഷെ എനിക്ക് ഉണ്ടാവില്ല, അത് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട, അത് നോക്കണ്ട. ഇത്രയും കാലം ഞാൻ നോക്കിയിട്ട് ഒരുപാട് കാർഡ് മേടിച്ച് പോവാന്നല്ലാണ്ട്, അതിന്റെ കാശ് പോവാന്നല്ലാണ്ട് എനിക്ക് റിസൾട്ട് കിട്ടില്ല എന്നെ പറഞ്ഞു. പിന്നെ ക്ലബിലുള്ള ചേച്ചി ദീപേച്ചി അവരെന്നെ പോയിട്ട് കാർഡ് മേടിച്ച് കൊണ്ട് എന്നെ കൊണ്ട് ഒരു ക്ലബിൽ തന്നെ മാർക്കസിന് ഭൂമിയിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് ചെയ്യിച്ച് നല്ലൊരു സന്തോഷമാണ്. അത് പറഞ്ഞാൽ എന്റെ കാരണം ഇതൊക്കെ ഒരു സന്തോഷങ്ങളാണ്. 16 വർഷം കാത്തിരിപ്പിന് ശേഷം നമ്മൾക്ക് എല്ലാ റിസ്കും എത്രത്തോളം ഹാപ്പിയാണ്. കൺഗ്രാറ്റുലേഷൻ. ഇപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലി? സന്തോഷമായിട്ട് പോകണം. ഇപ്പൊ ഭർത്താന്റെ വീട്ടുകാരായാലും എന്റെ വീട്ടുകാരായാലും ഫുള്ള് ഹാപ്പിയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഭർത്താന്റെ വീട്ടിൽ അയൽക്കാർ തന്നെ ഉണ്ടായുള്ളൂ. അപ്പൊ അവർക്ക് ഒരു കുട്ടി സന്തോഷമുള്ള കാര്യം. തീർച്ചയായിട്ടും ഇതിലേക്ക് ക്ഷണിച്ച ആ കോച്ചിനോടും നമ്മളെ ഈ ഫുഡ് കണ്ടുപിടിച്ച മാർക്യൂസിനോടും ഈ കേരളത്തിൽ എത്തിച്ച നമ്മളുടെ സാറിനോടും എല്ലാം ഒരു ഫ്രം ദ ഹാർട്ടിൽ താങ്ക്സ് പറയും. വിളിച്ചെന്റെ കോച്ച് ഷെറീന മറക്കില്ല, മരണം വരെ മറക്കില്ല. പിന്നെ നമുക്ക് ഈ അനുഗ്രഹം തന്ന റബ്ബിനോട് അൽഹംദുലില്ലാ എപ്പോഴും ഉണ്ട്. ഇത്രയും കാലം ഓക്കെ, സൂപ്പർ. താങ്ക് യു ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു റിസൾട്ട് കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ അവര് വിശ്വസിച്ചു. ആ വിശ്വാസം തകരാതെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഇങ്ങനെ കിട്ടിയിട്ടുള്ള റിസൾട്ടുകളാണ് ഇന്നിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ അറിയുന്ന, കാരണം എന്താ പറയുക, ഇപ്പൊ ഒരു ലേഡി പറഞ്ഞു എനിക്ക് 3 പ്രാവശ്യം 4 പ്രാവശ്യം അബോഷനായി, അപ്പോ അതിനുശേഷമാണ് ഞാൻ ഈ ഫുഡ് എടുത്തത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ഹോർമോൺ ഇംബാലൻസ് ആണ് അങ്ങനെ 3 പ്രാവശ്യം 4 പ്രാവശ്യം അബോഷൻ ആവാനുള്ള കാരണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു പ്രോസസ്സ് കിടക്കുന്നുണ്ട്. നമ്മുടെ ശരീരം അമിതമായ ഹീറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് കുഞ്ഞു മക്കൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുക? അവര് പുറന്തള്ളപ്പെടും. അപ്പോ നമ്മുടെ ശരീരം കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ഇംബാലൻസ് ഇല്ലാത്ത ആ ഒരു ബോഡി ആയിക്കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു സ്പേസ് അവിടെ കിട്ടും. അതുകൊണ്ട് കിട്ടുന്ന റിസൾട്ടുകളാണ് ഇത്. യാതൊരു തരത്തിലൊരു മെഡിക്ലെയിമോ മറ്റുള്ള കാര്യങ്ങളോ ഒരു അസുഖം മാറ്റുന്ന ഒരു സംഭവമല്ല. നല്ല ഒരു ഗുഡ് ന്യൂട്രീഷൻ ആണ് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ സെല്ലുലാർ ന്യൂട്രീഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ തലമുടി മുതൽ കാൽനഖം വരെ കോടാനുകോടി സെല്ലുകളുടെ അക്യുമുലേഷൻ ആണ്. ഈ സെല്ലുകൾക്ക് വേണ്ട വെള്ളവും
ഭക്ഷണവും കൊടുത്തപ്പോൾ കിട്ടിയ റിസൾട്ട് ആണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അറിയുന്ന ആളുകൾക്ക് മുഴുവനും ഷെയർ ചെയ്തിട്ട് ഇതിലുള്ള, കാരണം 2030 1 കോടി ഫാമിലിയെ ഹെൽത്തി ആക്കിയിട്ടും ഫിറ്റ് ആക്കിയിട്ടും വെക്കണമെന്ന് നമ്മുടെ സാറ് ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നിങ്ങൾ ഓരോരുത്തരെയും ഇതിൻ്റെ ഉള്ളിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു പ്രോഗ്രാം യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുകൊണ്ട് തന്നെ